മലയാളം ചാനലുകളിൽ വരുന്ന ഇംഗ്ലീഷ് ഡബ്ഡ് സിനിമകൾ കണ്ടുകൊണ്ടാണ് ഞാനും ഹോളിവുഡ് സിനിമകൾ കാണാൻ തുടങ്ങുന്നത്. അത്തരത്തിൽ 90s കിഡ്സിന്റെയും 2K കിഡ്സിന്റെയും ഇടയിൽ തന്നെ അത്യാവശ്യം പോപ്പുലറായ ഒരു സിനിമയായിരുന്നു 2010 ജാക്കി ചാൻ പ്രധാന വേഷത്തിൽ അഭിനയിച്ച ദ കരാട്ടെ കിഡ് എന്ന് പറയുന്ന സിനിമ. 1984 പുറത്തിറങ്ങിയ ദ കരാട്ടെ കിഡിനെ ബേസ് ചെയ്തായിരുന്നു ജാക്കി ചാന്റെ ഈ സിനിമയും മേക്ക് ചെയ്തിരുന്നത്. സോ 1984 പുറത്തിറങ്ങിയ കരാട്ടെ കിഡിന്റെ ഒരു സീക്വൽ സീരീസ് എന്ന് പറയാവുന്ന ഒരു സീരീസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹലോ ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കോബ്ര കൈ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ മാർഷൽ ആർട്സ് കോമഡി ഡ്രാമ TV സീരീസിനെ കുറിച്ചാണ്. ഈ സീരീസിന്റെ പ്ലോട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ 1984 ഓൾ വാലി കരാട്ടെ ടൂർണമെന്റിൽ ജോണി ലോറൻസ് എന്ന് പറയുന്ന ക്യാരക്ടർ തന്റെ എതിരാളിയായ ഡാനിയൽ ലറൂസോന്റെ അടുത്ത് പരാജയപ്പെടുന്നു. 34 വർഷങ്ങൾക്ക് ശേഷമുള്ള ജോണി ലോറൻസ് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഒരു അവസ്ഥ കാണിച്ചുകൊണ്ടാണ് ഈ സീരീസ് തുടങ്ങുന്നത്. തുടർന്ന് ജോണി ലോറൻസ് തന്റെ ഡോജോ ആയ കോബ്ര കൈയെ തിരികെ ഓൾ വാലി എന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ്. മിയാഗിഡോ കോബ്ര കൈ എന്ന 2 ഡോജോകൾ എങ്ങനെയാണ് അവിടുത്തെ ടീനേജേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തത്, അതോടുകൂടി തന്നെ 34 വർഷങ്ങൾക്ക് ശേഷമുള്ള ഡാനിയൽ ലറൂസോ, ജോണി ലോറൻസ് ഒരു റൈവൽറി ഒക്കെയാണ് ഈ സീരീസ് നമ്മളോട് പറയുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോബ്ര കൈ എന്ന് പറയുന്നത് ദ കരാട്ടെ കിഡ് ട്രയോളജിയുടെ ഒരു സീക്വൽ ആയിട്ടുള്ള കഥയാണ് പറയുന്നത്. ഈ സീരീസ് കാണാൻ നിങ്ങൾ ഒരു പടങ്ങളും കാണണമെന്ന് ഒരു നിർബന്ധവുമില്ല. കരാട്ടെ കിഡിലെ ആവശ്യമായ സീനുകൾ എല്ലാം തന്നെ ഒരു ഫ്ലാഷ് ബാക്ക് എന്ന രീതിയിൽ എന്ന പോലെ കോബ്ര കൈയിൽ പറയുന്നുണ്ട്. ഈ സീരീസിൽ ഇതുവരെ 6 സീസണുകളിലായി 60 എപ്പിസോഡ്സ് ആണ് റിലീസ് ആയിട്ടുള്ളത്. ഓരോ എപ്പിസോഡിനും ഏകദേശം 30 മിനിറ്റ് മാത്രമേ ഡ്യൂറേഷൻ വരുന്നുള്ളൂ. ഇപ്പൊ എല്ലാ എപ്പിസോഡും തന്നെ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. സോ ഇനി നമുക്ക് നേരെ റിവ്യൂവിലേക്ക് കിടക്കാം. ഞാൻ ഇത്തരത്തിലുള്ള മാർഷൽ ആർട്ട് സിനിമകളുടെയോ സീരീസിന്റെയോ വലിയ ഫാൻ അല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് തവണ മാറ്റിവെച്ചിരുന്ന ഒരു സീരീസ് ആയിരുന്നു കോബ്ര കൈ എന്ന് പറയുന്നത്. പക്ഷെ ഈ സീരീസ് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതെന്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് സീരീസ് ലിസ്റ്റിൽ തന്നെ ഇടം പിടിച്ച ഒരു സീരീസ് കൂടിയാണ്. ഈ സീരീസിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയാൻ പറ്റുന്നത് ഇതിന്റെ ക്യാരക്ടേഴ്സ് തന്നെയാണ്. എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് ജോണി ലോറൻസും അതോടുകൂടി തന്നെ ഡാനിയൽ ലറൂസോ എന്ന് പറയുന്ന ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്ത ആക്ടേഴ്സ് ആണ്. അവർക്ക് സിനിമയുടെ അതേ കണ്ടിന്യൂവേഷനും ഇമ്പാക്റ്റും തന്നെ സീരീസിലും കൊണ്ടുവരാൻ സാധിച്ചു. പിന്നെ ഈ സീരീസ് ഒരു ക്യാരക്ടേഴ്സിനെയും നല്ലതെന്നോ മോശമെന്നോ പറയാതെ ഒരു ന്യൂട്രൽ സൈഡ് മെയിൻറ്റെയിൻ ചെയ്താണ് കഥ പറഞ്ഞ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഈ സീരീസിന്റെ ആദ്യത്തെ 2 സീസണും കണ്ടപ്പോൾ മിഗൽ ഡയേഴ്സ് അതോടുകൂടി തന്നെ ജോണി ലോറൻസ് എന്ന് പറയുന്ന 2 ക്യാരക്ടേഴ്സിനെ ഫോക്കസ് ചെയ്ത് മാത്രം പോകുന്നതായിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷെ പോകെ പോകെ ഈ 2 മെയിൻ ക്യാരക്ടേഴ്സിനെ സൈഡ് ആക്കി തന്നെ പല ക്യാരക്ടേഴ്സിനും ഗ്രോത്തും ഡെവലപ്മെന്റും കൊടുക്കാൻ സാധിച്ചു. ഹോക്ക്, ഡിമിട്രി, റോബി കീൻ, ജോൺ ക്രീസ്, ടോറി, കെന്നി, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സിന് ഈ സീരീസിന്റെ പല എപ്പിസോഡുകളിലായി ഹൈ മൊമെന്റ്സും അതോടുകൂടി തന്നെ അവർക്കൊരു ഷോ ഓഫ് കാണിക്കാനുള്ള മൊമെന്റ്സും എല്ലാം തന്നെ ഈ സീരീസിലുണ്ട്. പിന്നെ ഈ സീരീസ് അത്യാവശ്യം നല്ല ഒരു എന്റർടൈനിങ് പേസിൽ തന്നെയാണ് കഥ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സീരീസിന്റെ ആദ്യത്തെ സീസൺ മുതൽ 6ാമത്തെ സീസൺ വരെ കണ്ടു കഴിയുമ്പോഴും വലിയ രീതിയിൽ ബോറിംഗ് ഫീലൊന്നും ലഭിക്കില്ല. ഈ സീരീസിന്റെ കോമഡി ആയിക്കോട്ടെ, ഇമോഷൻ സീക്വൻസ് ആയിക്കോട്ടെ, ടീൻ ഡ്രാമ ആയിക്കോട്ടെ, എല്ലാം തന്നെ നല്ല പോലെ കൊണ്ടുപോകാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് ഈ സീരീസിന്റെ ആക്ഷൻ സീക്വൻസസ് ആണ്. ഈ ഓൾ വാലിയിൽ നടക്കുന്ന സാധാ ഗ്രൗണ്ടഡ് ഫൈറ്റ് മുതൽ ടൂർണമെന്റും ട്രെയിനിങ്ങും എല്ലാം തന്നെ അവർക്ക് നല്ല ഒരു ആക്ഷൻ സീക്വൻസ് ഈ സീരീസിൽ കൊണ്ടുവരാൻ സാധിച്ചു. പിന്നെ ഈ സീരീസിന്റെ സൗണ്ട് ട്രാക്കും സീരീസിനെ ഉടനീളം അപ്ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആദ്യത്തെ 2 സീസൺസ് കുറച്ചുകൂടി ഗ്രൗണ്ടഡ് ആയിട്ടുണ്ടെങ്കിൽ 3ാമത്തെ 4ാമത്തെയും സീസണിലോട്ട് കടക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു പ്രൊഫഷണൽ മാർഷൽ ആർട്ട് സീരീസിലേക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ബട്ട് സീസൺ 5 ആണ് എനിക്ക് ഇച്ചിരി എങ്കിലും ഡൗൺ ആയി തോന്നിയത്. ഈ സീരീസിൽ ഉടനീളത്തിലുള്ളതിൽ ബെസ്റ്റ് വിഷ്വൽസ് സീസൺ 6 ഉള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ സീരീസ് മാർഷൽ ആർട്ട് സീരീസിനേക്കാളും കുറച്ചുകൂടി ഒരു ടീൻ ഡ്രാമ മാർഷൽ ആർട്ട് സീരീസ് എന്ന് പറയുന്നതായിരിക്കും ബെറ്റർ. അങ്ങനെയാണ് അവർ കഥ പറഞ്ഞു പോകുന്നത്. പിന്നെ ഈ സീരീസിന്റെ കോമഡിയും അത്യാവശ്യം നല്ല രീതിയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. സോ ഓവറോൾ പറയുകയാണെങ്കിൽ ഈ സീരീസിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 9 ഔട്ട് ഓഫ് 10 ആണ്. ഇതിന്റെ അവസാന സീസണിന്റെ പാർട്ട് 3 ഫെബ്രുവരി 2025 കൂടി റിലീസ് ചെയ്യുമെന്നാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഫൈനൽ പാർട്ടിനും നല്ല രീതിയിൽ എക്സൈറ്റഡ് ആണ്. സോ നിങ്ങളുടെ റിവ്യൂവും കമന്റിൽ രേഖപ്പെടുത്തുക. സോ ദാറ്റ് വാസ് ദ വീഡിയോ ഗൈസ്.